ശ്രീ കോവൂർ കുഞ്ഞുമോൻ. യെസ് പെട്ടെന്ന്. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട, കുഞ്ഞുമോനെ കണ്ട ഒന്നും പഴമക്കാർ പറയുന്നത് പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവമായിരുന്നു കൊല്ലം പട്ടണം സാക്ഷ്യം വഹിച്ചത്. സാറ് മുകേഷ് MLA, നൗഷാദ്, സുബാല്, വിഷ്ണുനാഥ്, ഞങ്ങളെല്ലാം ത്രൂ ഔട്ട് അവിടെ നിൽക്കുകയായിരുന്നു. 24 കമ്മിറ്റികളും വളരെ എഫർട്ട് എടുത്ത് വളരെ നന്നായി അക്കാര്യത്തിൽ വിഷ്ണുനാഥിൻ്റെ പേര് ഞാൻ പറഞ്ഞു. വിഷ്ണുനാഥ് ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അവരെല്ലാം നന്നായി ഇടപെട്ടു, വളരെ നന്നായി അക്കാര്യത്തിൽ ഇടപെട്ടു. ഞാൻ ഒരുപാട് രണ്ടാമത്തെ തവണ കൊല്ലത്ത്, അന്ന് ഞാൻ MLA ആയിരുന്നു. കലോത്സവം നടക്കുമ്പോൾ അന്ന് പോലും ഇല്ലാത്ത തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വൈകുന്നേരം 5 മണിക്ക് എല്ലാ കമ്മിറ്റി ചെയർമാന്മാരെയും കൺവീനർമാരെയും വിളിച്ചു ചേർത്ത് മോണിറ്ററിംഗ് നടത്താറുണ്ടായിരുന്നു. സാർ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ നന്നായി ഗംഭീരമായി അക്കാര്യത്തിൽ നടത്താൻ കൊല്ലം നഗരം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ പ്രത്യേകത. സാർ, എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ സച്ചിൻ ദേവ് ചോദിച്ചു. ഇവിടെ ഈ കലോത്സവത്തിന് ഒരുപാട് അപ്പീലുകൾ കോടതി ഇങ്ങനെ കൊടുക്കുക സാർ. കോടതി, ഹൈക്കോടതി ഇങ്ങനെ ഓരോ പേപ്പറുമായിട്ട് ചെല്ലുമ്പോൾ ഹൈക്കോടതി ഇങ്ങനെ വാരിക്കോരി അപ്പീൽ കൊടുക്കുന്നതിൻ്റെ ഫലമായി ധാരാളം കുട്ടികൾ ഈ കലോത്സവം, അതുകൊണ്ട് നാം ടൈം ഷെഡ്യൂൾ വെച്ച് ഇത് നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് മൺമറഞ്ഞു പോയ നാടൻ കലാമേളകൾ കൂടി അടുത്ത കലോത്സവത്തിൽ ഉൾപ്പെടുത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു. ഈ മൺമറഞ്ഞ കലാരൂപങ്ങൾ കൂടി വരുമ്പോൾ അപ്പീൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അപ്പീൽ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയാണ് കൊല്ലത്ത് ഗംഭീരമായിട്ടാണ് നടത്തിയത്. അപ്പോൾ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ അധികം ആളുകൾ നിന്നു എന്ന് സംശയമുണ്ട്. പരിപാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയല്ലോ. എന്തായാലും നാടൻ കലാരൂപങ്ങളടക്കം അടുത്ത മാനുവൽ പരിഷ്കരിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ഗോത്രകലകളെ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഈ വർഷത്തെ കലോത്സവത്തിൽ ഉദ്ഘാടനത്തിന് ഗോത്രകല അവതരിപ്പിക്കുന്നതിനായി നമ്മുടെ നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ കൂടി നടത്താൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കാം.